ഹലോ ഗെയ്സ്, ഫണ്ടമെൻ്റൽസ് ഓഫ് പ്രോഗ്രാമിംഗ് സീരീസിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് പ്രോഗ്രാമിംഗിൽ 5 കോൺസെപ്റ്റ്സ് ആണ്. അതിൽ രണ്ടാമത്തെ കോൺസെപ്റ്റ് ആയ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് അനുസരിച്ചുള്ള ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ കീവേഡാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് ഇതാണ്. നമ്മൾ ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തു, ഈ കണ്ടീഷൻ ബൂളിയൻ കണ്ടീഷൻ ആയിരിക്കണം. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വേറൊരു ടാസ്ക് ചെയ്യും. ഇതാണ് നോർമലി കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഫിൻ്റെ ബ്രാക്കറ്റിൻ്റെ അതൊരു കണ്ടീഷൻ കൊടുത്തു, എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. ബ്രേസസിന് നമുക്ക് എന്താണോ ടാസ്ക് ചെയ്യേണ്ടത് ആ ടാസ്ക് ബ്രേസസിൻ്റെ അകത്ത് കൊടുക്കുക, അതിനുശേഷം ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണെന്നെങ്കിൽ മാത്രമേ ഈ ബ്രേസസിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രേസസ് അകത്ത് കയറാതെ എക്സിക്യൂട്ട് ചെയ്യാതെ താഴോട്ടുള്ള കോഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, 20 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, എന്നിട്ടൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഒരു ബൂളിയൻ കണ്ടീഷൻ ആയിരിക്കണം എപ്പോഴും ഇഫ് സ്റ്റേറ്റ്മെൻറ്റോടെ കൊടുക്കാനുള്ളത്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18, ഇവിടെ എന്താണ് ഏജിൻ്റെ വാല്യൂ 20 ആണ്. 20 എന്ന് പറയുന്നത് എന്താണ് ഗ്രേറ്റർ ദാൻ 18 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ ഞാൻ ആദ്യമേ പറഞ്ഞു. സോ ഇവിടെ എന്താണ് പ്രിൻറ്റ് യു ആർ എലിജിബിൾ ഫോർ വോട്ട് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യു ആർ എലിജിബിൾ ഫോർ വോട്ട് എന്നുള്ള ഒരു ഔട്ട്പുട്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഈ കണ്ടീഷൻ ട്രൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം കണ്ടീഷൻ ട്രൂ അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്രേസസിൻ്റെ അകത്ത് കയറത്തില്ല. അതായത് ഈ ബ്രേസിൻ്റെ അകത്ത് എന്ത് കണ്ടീഷൻ കൊടുത്തോ അത് എക്സിക്യൂട്ട് ആവത്തില്ല, എക്സിക്യൂട്ട് ആവാതെ താഴോട്ട് പോകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്താണ് ഏജ് ഈസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. അപ്പം എന്നിട്ട് എന്താണ് ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 21, 20 ഗ്രേറ്റർ ദാൻ 21 ആണോ? അല്ല. അപ്പോൾ ഇവിടെ ഫോൾസ് ആയി, കണ്ടീഷൻ ഫോൾസ് ആയി അല്ലേ. കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് ഈ ബ്രേസസിൻ്റെ അകത്ത് കയറത്തില്ല. ബ്രേസസിൻ്റെ അകത്ത് കയറാതെ എന്താണ് താഴോട്ടുള്ള കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സിക്യൂട്ട് ആവും. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നൾ, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് കാണിക്കത്തില്ല. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിന് ഇഫ് അല്ലാതെ എൽസിഫും എൽസും രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള ബ്രേസസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇത് എൽസിഫ് ആണ്, എൽസിഫിൻ്റെ അകത്തുള്ള റൺ ആവത്തില്ല. എൽസ് ആണ്, എൽസിൻ്റെ അകത്തുള്ള റൺ ആവത്തില്ല. സോ ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബ്രേസസ് ഓഫ് ഇറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ആൻഡ് ബൈപാസ് ദ അതർ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ബേസിക്കുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ, ഈ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് റൺ ആവുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആയിരുന്നു. നമ്മൾ നേരത്തെ ഒരു കണ്ടീഷൻ കൊടുത്താണ് ഏജ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടാണ്. ഏജ് ഈസ് ഈക്വൽ ടു 20 അല്ലേ. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 21 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുത്തതാണ്. അപ്പം അതെന്താണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അങ്ങനെയുള്ള സമയത്ത് എന്താണ് ഇഫിൻ്റെ അകത്തുള്ള കണ്ടീഷൻ എന്താണോ അത് എക്സിക്യൂട്ട് ആവത്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തില്ല നമ്മൾ പറഞ്ഞു. ആ സമയത്ത് എൽസിഫാണ് അടുത്തത് നോക്കുന്നത്. എൽസിഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ എന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ എന്താണ് എൽസിഫിൻ്റെ അകത്ത് ഏജ് ലെസ് ദാൻ 20 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയി, എൽസിഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് റൺ ആവും. അത് കഴിഞ്ഞിട്ട് എൽസിഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് റൺ ആയി കഴിഞ്ഞാൽ എൽസിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് റൺ ആവത്തില്ല. സോ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ഈസ് ഫോൾസ് ആൻഡ് എൽസിഫ് കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പം ഇഫ് കണ്ടീഷൻ ഫോൾസും എൽസിഫിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് എൽസിഫ് റൺ ആവത്തുള്ളൂ. മൂന്നാമതായിട്ടുള്ള എൽസ്, നമ്മൾ കൊടുത്ത ഇഫും എൽസിഫും ഫോൾസ് ആണെന്നുണ്ടെങ്കിലാണ് എന്താണ് നമ്മുടെ എൽസ് റൺ ആവുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഇഫ് ആണെന്നുണ്ടെങ്കിൽ ഇഫിൻ്റെ അകത്ത് ആ ഒരു സിറ്റുവേഷനിൽ ഇഫിലുള്ളത് ഫോൾസ് ആണെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതിനെ സ്കിപ്പ് ചെയ്യും. അടുത്തതായിട്ട് എൽസിഫിൻ്റെ അകത്ത് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് അതിനെയും സ്കിപ്പ് ചെയ്യും. എന്നിട്ട് എന്താണ് എൽസിൻ്റെ അകത്ത് എന്തുണ്ടോ അതിനെ എക്സിക്യൂട്ട്. എൽസിൻ്റെ അകത്ത് കണ്ടീഷൻ ട്രൂ ആവണമെന്നൊന്നുമില്ല. കാരണം എന്താണ് എൽസിൻ്റെ അകത്ത് ഇഫിലും എൽസിലും ഫോൾസ് ആയിട്ട് വന്ന സിറ്റുവേഷനിലാണ് എൽസിലോട്ട് വന്നത്. അപ്പോൾ എൽസിൻ്റെ അകത്ത് എന്താണോ അത് എക്സിക്യൂട്ട് ആവും.
സോ എൽസ് കണ്ടീഷൻ ഈസ് എക്സിക്യൂട്ടഡ് വെൻ നൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇഫും എൽസിഫും ഫോൾസ് ആണെങ്കിലാണ് എന്താണ് എൽസ് റൺ ആവും. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു വേരിയബിൾ ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ 10 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇഫ് ഒരു കണ്ടീഷനിൽ ഏജ് ഈസ് ഈക്വൽ 10 ആണെന്ന് നോക്കി, അപ്പോൾ ഏജ് 10 ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് യുവർ ഏജ് ഈസ് 10 എന്ന് കൊടുത്തു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്, ഏജ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ 10 ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവും. എൽസ് ഇഫ് എന്താണ് ബൈപ്പാസ് ചെയ്യും. ഓക്കെ, എൽസ് ഇഫ് സ്കിപ്പ് ചെയ്യും. കാരണം ഇഫ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചൊന്നും കമ്പൈലർ കൺസിഡർ ചെയ്യത്തില്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. നമ്മൾ ഏജിൻ്റെ വാല്യൂ 10 എന്നുള്ളത് മാറ്റി 12 കൊടുത്തു. ആ സിറ്റുവേഷനിൽ എന്താണ് ഏജ് ഈസ് ഈക്വൽ 10 എന്ന് പറഞ്ഞാൽ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയി അല്ലേ. ഏജ് ഈക്വൽ 10 എന്ന് പറഞ്ഞാൽ ഇഫ് കണ്ടീഷൻ ഫാൾസ് ആവുന്ന സിറ്റുവേഷൻ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകത്തില്ല, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത എൽസിഫിലോട്ട് പോകും. എൽസിഫിൽ പോകുമ്പോൾ എന്താണ് എൽസിഫ് ഏജിൻ്റെ വാല്യൂ 12 ആണ്, അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽസിഫിൻ്റെ അകത്തുള്ള ബ്രേസസിലുള്ള എന്താണോ അത് എക്സിക്യൂട്ട് ആവും. ഇവിടെ എന്താണ് എൽസിഫിൻ്റെ അകത്തുള്ള ബ്രേസസിൽ പ്രിൻറ്റ് യുവർ ഏജ് ഈസ് 12 എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഏജ് ഈസ് ഈക്വൽ 12 എന്നുള്ളത് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രിൻറ്റ് യുവർ ഏജ് ഈസ് 12 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമതായിട്ട് എൽസ് ഒരു സിറ്റുവേഷൻ വരുന്നത് നമുക്ക് ഏജിന് 10 അല്ല 12 അല്ല 13 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇവിടെ എന്താണ് ഏജ് ഈസ് ഈക്വൽ 10 എന്നുള്ളത് എക്സിക്യൂട്ട് ആവത്തില്ല, ഏജ് ഈസ് ഈക്വൽ 12 എന്നുള്ളതും എക്സിക്യൂട്ട് ആവത്തില്ല. മറിച്ച് എൽസ് പ്രിൻറ്റ് യുവർ നെയ്തർ എന്നുള്ളത് എക്സിക്യൂട്ട് ആയി. ഇവിടെ നോക്കിക്കുക, നമുക്ക് ഇഫിലാണെങ്കിലും എൽസിഫിലാണെങ്കിലും നമുക്ക് കണ്ടീഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മറിച്ച് എൽസിലാണെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷനും കൊടുത്തിട്ടില്ല, നമ്മൾ എന്താണോ പ്രിൻറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. സോ ഇങ്ങനെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ആവുന്നത്. നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നോർമലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും 3 എണ്ണം ഉണ്ട്. ഇഫ്, എൽസിഫ്, എൽസ്. ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ട്രൂ ആണോ എന്നുള്ളതാണ്. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആ കണ്ടീഷനകത്ത് കണ്ടീഷൻ കഴിഞ്ഞിട്ട് ബ്രേസസിൻ്റെ അകത്ത് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നാണോ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം എല്ലാ കണ്ടീഷനും ഇഫ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കണ്ടീഷനും, അതായത് എൽസിഫും എൽസിനെ അത് ബൈപ്പാസ് ചെയ്യും. രണ്ടാമത് ഇഫ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസിഫ് ചെക്ക് ചെയ്യും. എൽസിഫ് ചെക്ക് ചെയ്ത് ആ ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം ഇഫും എൽസിഫും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായി എൽസിലോട്ട് പോകുന്നത്. എൽസിൽ എന്താണ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിലെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു 1-2 പ്രാവശ്യം ഈ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ജീവിതകാലം മുഴുവൻ മറന്നു പോകാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു കാര്യം പഠിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു അരമണിക്കൂർ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ജീവിതകാലം ലോങ് ടൈം മെമ്മറിയിൽ അത് കയറുമെന്നും അതൊരിക്കലും മറന്നു പോകാനുള്ള പോസിബിലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോയിൽ പഠിച്ച 3 കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.